പരാഗ്വേ താരം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പതിവ് മാച്ച് ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു അത്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായിരുന്നു ഈ റെഡ് കാർഡ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി വരാം. ലോകകപ്പിലെ ഗ്രൂപ്പ് ഡിയിലെ തുർക്കി പരഗ്വേ മത്സരം. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്താണ് നാടകീയ സംഭവങ്ങൾ. തുർക്കി താരം മേഡ് മുൾഡറും പരഗ്വേ മിഡ്ഫീൽഡർ മിഗ്വൽ അൽമിറോണും തമ്മിൽ ഒരു വാക്കുതർക്കം. ഇതിനിടയിൽ മിഗ്വൽ മുൾഡറോട് വായ പൊത്തി സംസാരിച്ചു. തുർക്കി വച്ചു താമസിപ്പിച്ചില്ല. നടപടി ആവശ്യപ്പെട്ട് തുർക്കി താരങ്ങൾ റഫറിയെ സമീപിച്ചു. VAR പരിശോധനയ്ക്ക് ശേഷം റഫറി ഇവാൻ ബാർട്ടൻ മിഗ്വലിന് ചുവപ്പ് കാർഡ് നൽകി. വാക്കുതർക്കത്തിനിടെ വായപൊത്തി സംസാരിച്ചതിന് ലോകകപ്പിൽ ചുവപ്പ് കാർഡ് ലഭിക്കുന്ന ആദ്യ താരമെന്ന നാണക്കേടിന്റെ റെക്കോർഡ് മിഗ്വലിന് സ്വന്തം. കളിക്കളത്തിലെ തർക്കങ്ങൾക്കിടയിൽ വായപൊത്തി സംസാരിക്കുന്ന താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് നൽകാൻ ഈ ലോകകപ്പ് മുതലാണ് ഫിഫ തീരുമാനിച്ചത്. വാക്കുതർക്കങ്ങൾക്കിടയിൽ എതിരാളികളോടുള്ള മോശം സംസാരവും അസഭ്യ പ്രയോഗങ്ങളും തടയാനാണ് നിയമം. ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ ബെൻഫിക്ക താരം ജിയാൻ പ്രസ്റ്റിയാനി വംശീയാധിക്ഷേപം നടത്തിയെന്ന് റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയർ പരാതിപ്പെട്ടിരുന്നു. വിനീഷ്യസ് ഗോളടിച്ചതിന് പിന്നാലെ പ്രസ്റ്റിയാനി ജേഴ്സി കൊണ്ട് വായപൊത്തി വംശീയാധിക്ഷേപം നടത്തിയെന്നായിരുന്നു പരാതി. ഇതിനുശേഷമാണ് നിയമം കർശനമായി നടപ്പാക്കാൻ ഫിഫ തീരുമാനിച്ചത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.